Hi friends, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ബീഫ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് കല്യാണ വീട്ടിൽ നിന്നൊക്കെ കിട്ടില്ല ഒരു സ്പെഷ്യൽ ആയിട്ട് ഗീ റൈസിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറി, ആ ഒരു രീതിയിലുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ബീഫ് കറി റെഡിയാക്കാനായിട്ട് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഴുവൻ മല്ലിയാണ് കേട്ടോ. മല്ലി മുഴുവൻ ഇല്ലാന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ കൂടുതലായിട്ടുള്ളൊരു ടേസ്റ്റ് ഈ ഒരു മുഴുവൻ മല്ലി ചേർക്കുന്ന സമയത്താണ്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ 2 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതുപോലൊരു ചെറിയ പീസിലെ അളവിൽ പട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 2 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പൊന്നും ഒരുപാട് വേണ്ട കേട്ടോ, ഞാൻ ഈ ചേർക്കുന്ന അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് സമയമൊന്നും വറുത്തെടുക്കണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് ചൂടാകുന്ന രീതിയിൽ നമ്മൾ ചേർത്തിട്ടുള്ള മല്ലിയുടെയും ഗ്രാമ്പൂൻ്റെയും ഒക്കെ ആ പച്ചച്ചുവയ്ക്ക് മാറി കിട്ടുന്ന രീതിയിലൊന്ന് വറുത്തെടുത്താൽ മതി. ഇതുപോലെ തന്നെ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മസാലപ്പൊടിക്ക് വറുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്ലെയിമിൻ്റെ കാര്യം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇടയ്ക്കിടെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് മാത്രം വറുത്തെടുക്കുക. അല്ലെങ്കിൽ കരിഞ്ഞു പോകും നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കറിക്കൊരു നല്ല ടേസ്റ്റ് കിട്ടില്ല, ഒരു കരി ഫ്ലേവർ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ അതിനനുസരിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ അത്യാവശ്യം വറുത്തെടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ മല്ലിയൊക്കെ വറുക്കുന്ന സമയത്ത്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഇതുപോലെ വറുത്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. കാരണം നമ്മുടെ പാൻ ഓൾറെഡി ചൂടുള്ളതാണല്ലോ. അപ്പോൾ വീണ്ടും നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് ആ പാനിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മുടെ മല്ലിയൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ മാറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ബീഫ് കറി റെഡിയാക്കാനായിട്ടുള്ള ബീഫ് ഞാനിപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 1 കിലോ ബീഫാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നെയ്യോ എല്ലൊക്കെ കൂടിയിട്ടുള്ള കഷ്ണങ്ങൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു സൈസിൽ മീഡിയം കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനായിട്ടുള്ള മസാലയൊന്നും ആദ്യം തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്തണേ. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മസാല ഞാൻ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബീഫ് വേവാനായി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബീഫിൻ്റെ എല്ലാ ഭാഗത്തും ഈ പൊടികൾ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, ഇങ്ങനെ തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എങ്കിലേ നന്നായിട്ട് ബീഫിൽ പിടിച്ചു കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ബീഫിൽ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ബീഫിൽ നന്നായിട്ട് അന്നേരം പിടിച്ചു കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചുരുങ്ങിയത് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂർ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നമ്മുടെ മസാല റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസ് സവാള ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പ് ചെയ്തിട്ട് ചോപ്പറിൽ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി കേട്ടോ. ആ ഒരു രീതിയിൽ എങ്കിൽ നമുക്ക് കറിക്ക് കുറച്ചുകൂടി ഒരു കൂടുതൽ കൊഴുപ്പും കിട്ടും. അതുപോലെ തന്നെ ടേസ്റ്റ് ഒരു ചെറുതായിട്ടൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ കാരണം വഴറ്റിയെടുത്തിട്ടൊന്നുമല്ല ഈ ഒരു കറി വെക്കുന്നത്, നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വെറൈറ്റി ആയിട്ടുള്ള കറിയാണെന്നുള്ളത് കേട്ടോ.
അതുപോലെ തന്നെ ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂന്നും കൂടി ഒന്നിച്ച് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കണേ. നന്നായിട്ട് പേസ്റ്റാക്കി ചേർക്കണ്ട. ഏതാണ്ട് ഒരു 5-8 വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഒരു 5-6 പച്ചമുളകുമാണ് കേട്ടോ ഞാൻ ക്രഷ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് 2 തക്കാളി ഇതുപോലെ എത്ര പൊടിയായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ കഴിയും ആ ഒരു രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. സവാളയും തക്കാളിയും ഒക്കെ ബീഫിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കൈ വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ, എങ്കിലേ ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഞമണ്ടിയിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ഗ്ലാസ് ചേർക്കുന്നുള്ളൂ, കാരണം അത്യാവശ്യം തിക്നെസ്സോട് കൂടിയിട്ട് തന്നെ ഞാൻ എടുക്കുന്നത്, എങ്കിലേ കൂടുതൽ ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിപ്പോൾ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പം ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഇത് കുക്കർ ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 5-6 വിസിലടിക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾ സാധാരണ വാങ്ങിക്കുന്ന ബീഫിനനുസരിച്ചിട്ട് വേവിൽ മാറ്റം വരുവേ. ഇപ്പം ഞാനിതിൽ 5 വിസിലടിച്ചതിന് ശേഷം നമുക്കൊന്ന് പ്രഷർ ചെക്ക് ചെയ്തിട്ട് പോയതിന് ശേഷം ഒന്ന് തുറന്നു കൊടുക്കാം. ഇപ്പം ഞാൻ അടപ്പ് തുറന്നു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ബീഫൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം ഒരുപാടൊന്നുമില്ല കേട്ടോ, പാകത്തിന് തന്നെയാണ്. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി നമുക്കിതിലേക്ക് ചേർക്കാനുണ്ട്. ഇനി നമ്മൾ സവാളയൊന്നും വഴറ്റാതില്ലേ കറി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഓയിലിനേക്കാളും. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. മല്ലിയില നിർബന്ധമുള്ള കാര്യമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലാതെ ഈ കറിയുടെ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എത്ര ഗ്രേവി ആവശ്യമുണ്ട് അതിനനുസരിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. ഈ ഒരു രീതിയിൽ ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഓഫ് ചെയ്യുക. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഈ ഒരു സമയത്ത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് തിക്നെസ് ആയിട്ട് എടുക്കുന്നുണ്ട്. കുറച്ചൊരു 1-2 മിനിറ്റും കൂടി തളിച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇത് നമുക്കിവിടെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് ടൈറ്റായിട്ട് കിട്ടും. ഒരു 5-10 മിനിറ്റും ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഒന്നുകൂടി ടൈറ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കറി. ഈസി അല്ലേ ചെയ്യാനായിട്ട്. ഒരുപാട് സമയം നമ്മൾ സവാളയൊന്നും വഴറ്റിയിട്ടൊന്നും ടൈം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും എപ്പോഴും ബീഫ് കറിയൊക്കെ റെഡിയാക്കുന്നവരായിരിക്കും. എന്നാലും ഒന്ന് ചെറുതായിട്ടൊന്ന് ഈ ഒരു രീതിയിൽ എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.